52-ൽ ഈ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം വന്നു കഴിഞ്ഞപ്പോൾ ഈ നാടകം 53-ൽ നാടകം നിരോധിക്കുന്നു. തിരുക്കൊച്ചി സർക്കാരാണ്, പട്ടംതാണപിള്ളയാണ് മുഖ്യമന്ത്രി. അപ്പോൾ തിരുക്കൊച്ചി സർക്കാർ ഈ നാടകത്തെ നിരോധിക്കുക എന്ന് പറയുമ്പോൾ നിരോധന ഉത്തരവിറക്കുകയല്ല, എല്ലാ ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാത് ജില്ലകളിൽ നാടകം അവതരിപ്പിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തുക എന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ നിരോധനം ഓരോ സ്ഥലത്തുണ്ടായപ്പോഴും അത് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അസംബ്ലിയിൽ ചർച്ചയായി. 1953-ൽ ആണ് അസംബ്ലിയിൽ 1953 മാർച്ചിലാണ് ചർച്ചയുണ്ടാകുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ജനകീയ സമിതിയിൽ ഒരു നാടകത്തെക്കുറിച്ച് ഒരു ദിവസം മുഴുവൻ ചർച്ച ചെയ്യേണ്ടി വന്നത് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകത്തെക്കുറിച്ചാണ്. എം.എൻ. ഗോവിന്ദനാരാണ് ആ ചർച്ച ലീഡ് ചെയ്തത്. അസംബ്ലിയിൽ അദ്ദേഹം ഈ നാടകത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നു. ഏറ്റവും കൗതുകരമായ കാര്യം, ആ നാടകത്തിലെ പ്രധാനപ്പെട്ട 2 വേഷം ചെയ്യുന്ന ആ 2 പേരും MLA-മാരാണ് അപ്പോഴത്തേക്ക്. രാജഗോപാലൻ നായരും കാമ്പശ്ശേരി കരുണാകരനും. ജനാർദ്ദനകുറുപ്പ് മത്സരിച്ചിരുന്നില്ല. അപ്പോൾ ഈ കാമ്പശ്ശേരി നായകൻ പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്ന രാജഗോപാലൻ നായർ, ഇവർ 2 പേരും MLA-മാരാണ്. അപ്പോൾ അവിടെ അതാണ് നമ്മൾ വളരെ നിരന്തരമായ ആളുകൾ പറയാറുള്ള ഒരു പ്രയോഗമുണ്ട്. ഈ കാമ്പശ്ശേരി പറയുന്നുണ്ട്, ഈ അസംബ്ലിയിലുണ്ടായിരുന്ന ഒരു MLA ചോദിക്കുന്നുണ്ട്, താങ്കൾ ഏത് വേഷമാണ് ചെയ്യുന്നത്? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, സ്പീക്കർ അനുവദിച്ചാൽ ഇവിടെ ഈ നാടകമൊന്ന് ഞങ്ങൾ അവതരിപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകത്തെക്കുറിച്ചുള്ള ആ ദിവസം മുഴുവൻ ചർച്ച നടക്കുകയും ചർച്ചയുടെ അവസാനം ഈ നാടകം നിയമസഭാ സാമാജികന്മാർക്ക് വേണ്ടി VJT ഹാളിൽ അവതരിപ്പിക്കാം എന്ന് M.N. ഗോവിന്ദൻ വാഗ്ദാനം നടത്തുകയും ചെയ്തു. പക്ഷേ അപ്പോൾ തൊട്ടടുത്ത ദിവസം അതിന് നിരോധനമുണ്ടായി. VJT ഹാള് കൊടുത്തില്ല, ആ നാടകം നടത്താൻ കഴിഞ്ഞില്ല. എങ്കിലും നാടകം നടത്താം എന്ന ഉറപ്പ് നൽകുകയുണ്ടായി. നാടകം നിരോധിക്കുന്നു, കോടതിയിൽ പോകുന്നു, കോടതിയിൽ കേസ് വാദിക്കുന്നു. ആ കേസ് വാദിച്ചത് KPSCയുടെ പ്രസിഡന്റ് തന്നെയായ അഡ്വക്കേറ്റ് ജനാർദ്ദനകുറുപ്പാണ്. അദ്ദേഹം കേസ് വാദിക്കുകയും കേസ് KPSCക്ക് അനുകൂലമാവുകയും KPSC നാടകം എല്ലായിടത്തും നടത്താൻ തീരുമാനിക്കുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ KPSCക്ക് വലിയ പങ്കുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം നടത്തിക്കൊണ്ടാണ് പിന്നെ കേരളത്തിലെ ഈ തെക്കൻ തിരുവിതാംകൂറിലും മധ്യ തിരുവിതാംകൂറിലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നേറ്റത്തിന് വലിയ സഹായം ചെയ്തു നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിലെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റാക്കിയുടെ നാടകത്തിന് ഒപ്പം നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം അതിൻ്റെ ഗാനങ്ങളാണ്. ഒ.എൻ.വി. സാറും ദേവരായ മാഷും എത്തുന്നത് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിലൂടെയാണ്. ഇവർ 2 ആളും വരുന്നത്. ഇവർ 2 ആളും നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകത്തിലേക്ക് എത്തും. നാടകത്തിന് വേണ്ടി ഗാനങ്ങൾ ചെയ്യുമ്പോൾ ഈ ഗാനവും സമാന്തരമായി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിച്ചത്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മളുടേതാകും പൈങ്കിളിയെ എന്ന ഗാനം ഒ.എൻ.വി. സാർ എഴുതുമ്പോൾ അത് കാർഷിക രംഗത്തുണ്ടാകുന്നൊരു വലിയ മാറ്റത്തെക്കുറിച്ചൊരു സ്വപ്നമാണ് ആ നാടകം, ആ ഗാനങ്ങൾ ആളുകൾക്ക് നൽകിയത്. അപ്പോൾ കീഴാള ജീവിതത്തെക്കുറിച്ചൊരു സ്വപ്നം, തൊഴിലാളികളുടെ മുന്നേറ്റം, തൊഴിലാളികൾ ഉയർന്നു വരുമെന്നും സമരം നടത്തുമെന്നും സമരത്തിലൂടെ ചെങ്കൊടി ഉയർത്തി ഒരു പുതിയ ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമെന്നുമൊക്കെ ഈ നാടകം ജനങ്ങളോട് പറയുകയാണ്. കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തെ കൃത്യമായി ഓരോ ഗ്രാമങ്ങളിലേക്കും എത്തിക്കുന്നതിൽ ഈ നാടകത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. നാടകത്തെ നിരോധിക്കുകയും നാടകത്തെ തകർക്കുകയും നാടകം അവതരിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതിനെല്ലാം ജനങ്ങൾ പിന്തുണ കൊടുത്തു. ആ പിന്തുണ ക്രമേണ വർദ്ധിച്ചു വന്ന് അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ മൂവ്മെൻ്റായിട്ട് മാറുകയാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം KPSCയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. KPSCയുടെ നിരവധി കമ്മിറ്റികളിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പങ്കെടുക്കുന്നുണ്ട്, M.N. ഗോവിന്ദൻ പങ്കെടുക്കുന്നുണ്ട്, അച്യുതമേനോൻ പങ്കെടുക്കുന്നുണ്ട്, TV തോമസ് പങ്കെടുക്കുന്നുണ്ട്. ഇവരൊക്കെ ഈ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം തന്നെ ഈ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തെ ഗൗരവത്തോടെ കണ്ട ഒരു നിരയാണ് അന്നുണ്ടായിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ കൈമുതൽ അതായിരുന്നു. അതുമാത്രമല്ല, 1954 നടത്തിയ ബൈ ഇലക്ഷനിൽ തോപ്പിൽ ഭാസി മത്സരിക്കുന്നുണ്ട്. തോപ്പിൽ ഭാസി മത്സരിക്കുമ്പോൾ ആ മത്സരത്തിൽ തോപ്പിൽ ഭാസി മത്സരിക്കുന്നത് ഭരണിക്കാവ് നിയോജക മണ്ഡലമാണ്. ഭരണിക്കാവ് നിയോജക മണ്ഡലത്തിൽ തോപ്പിൽ ഭാസി മത്സരിക്കുമ്പോൾ തോപ്പിൽ ഭാസിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണയായി നിന്നത് യഥാർത്ഥത്തിൽ ഈ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകത്തിൻ്റെ നാടക സംഘം പോയി അവിടെ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നാടക സംഘം പിന്നീട് 54-ലെ ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നു. അത് കഴിഞ്ഞ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകമില്ലാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്താൻ കഴിയാത്ത കഥ. ഏത് സമ്മേളനം നടക്കുമ്പോൾ സമ്മേളനത്തിൻ്റെ അവസാനം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം ഉണ്ടാകും. അതുകൂടാതെ ഈ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകവും അല്ലെങ്കിൽ എൻ്റെ മകനാണ് ശരിയെന്ന നാടകവും KPSCയും ഒക്കെ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ തൊഴിലാളികൾക്ക് കലയോടുള്ള ആഭിമുഖ്യമുണ്ട്. ആലപ്പുഴയിലെ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഓരോ യോഗം കൂടുമ്പോഴും യോഗത്തിന് മുന്നിൽ ഒരു പാട്ട് പാടുമായിരുന്നു.
തൊഴിലാളികൾ പാട്ട് പാടുമായിരുന്നു. പാട്ട് പാടി ആളുകളെ കൂട്ടുന്നൊരു രീതി അവിടെ ഉണ്ടായിരുന്നു. തൊഴിലാളികളെ അങ്ങനെയാണ് ആകർഷിച്ചുകൊണ്ടിരുന്നത്. അതിനുവേണ്ടി ഒരു തൊഴിലാളി സാംസ്കാരിക വേദി തന്നെ ആലപ്പുഴയിൽ പ്രവർത്തിച്ചിരുന്നു. ബാവ എന്ന് പറയുന്നയാൾ, രാമൻകുട്ടി ആശാൻ, അങ്ങനെ കുറേ ആളുകൾ അവിടെ പ്രവർത്തിച്ചിരുന്നു. ഈ ബാബ എന്ന് പറയുന്ന നേതാവിൻ്റെ ഒരു ഇളയ സഹോദരിയാണ് മേദിനി, കെ മേദിനി. അപ്പോൾ അങ്ങനെ പാട്ടുപാടുന്ന ഒരു സംസ്കാരവും ഒരു കൾച്ചറും അക്കാലത്ത് തന്നെ നമ്മുടെ തൊഴിലാളികൾക്കിടയിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വികസിത രൂപമായി വന്ന് KPSC എത്തിയപ്പോൾ നിങ്ങളെന്നൊക്കെ വിളിച്ചാക്കി നാടകത്തിലെ പാട്ടുകൾ ഇതൊക്കെ ഇങ്ങോളം പ്രചാരത്തിലായി. പുരോഗമനപരമായ ഒരു വീക്ഷണത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതിനും കീഴാളരെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനും വലിയ സഹായമായി. ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ 57-ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയം എന്ന് കൃത്യമായും പറയാൻ കഴിയും. മാത്രമല്ല, ഇത് ആധികാരികമായി തെളിയിക്കുന്നതിന് സഹായിക്കുന്ന വിധത്തിൽ 57-ലെ തിരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും KPSCയുടെ നാടക സംഘം KPSCയുടെ വാഹനത്തിൽ പോയി പ്രചരണം നടത്തിയായി നമുക്ക് അറിയാൻ കഴിയും. തോപ്പിൽ മാസി അന്ന് പത്തനംതിട്ട നിയോജകമണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. അവിടെ ഉടനീളം KPSC സംഘം കോന്നിയിൽ പോയി താമസിക്കുകയും അവിടെ സ്റ്റേ ചെയ്തിട്ട് ആ മണ്ഡലത്തിൽ മുഴുവൻ പ്രവർത്തനം നടത്തുകയും ചെയ്തു. അവിടെ മാത്രമല്ല, മറ്റെല്ലാ മണ്ഡലങ്ങളിലും അത്തരത്തിൽ പ്രവർത്തിക്കാൻ ഇടയാക്കി. അത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നേറ്റത്തിന് വലിയ സഹായമായി തീർന്നുവെന്ന് മാത്രമല്ല, 57-ലെ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിൽ KPSCയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകത്തിന് ഗൗരവമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും ആ നാടകത്തിന് പങ്കുണ്ടെന്നും ഡോക്ടർ റോബിൻ ജെഫ്രിയെ പോലുള്ള ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ രാഷ്ട്രീയ നിരീക്ഷകന്മാർ, ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്.